ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു കസ്റ്റർഡ് ക്രീമിൻ്റെ റെസിപ്പി കാണാം. ആദ്യം 1 കപ്പ് ഇളം ചൂടുള്ള പാല്, അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഈസ്റ്റ് പൊന്താൻ വേണ്ടി മാറ്റി വെക്കാം. അതൊരു 10 മിനിറ്റിന് ശേഷം അത് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് നമുക്ക് വാനില എസൻസും കുറച്ച് ഉപ്പ്, പിന്നെ 1 മുട്ട, പിന്നെ ആവശ്യത്തിനുള്ള മൈദയും കൂടി ഇട്ടിട്ട് അത് മിക്സ് ചെയ്ത് വെക്കണം. ഞാനിവിടെ എടുത്തത് 1.25 കപ്പ് മൈദയാണ്. അതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അതൊന്ന് മിക്സായി വന്നാൽ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതൊരു 4 മണിക്കൂർ കൊണ്ട് എന്തായാലും നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വരും. ഇനി നമുക്ക് കസ്റ്റർഡ് ക്രീം ഉണ്ടാക്കാം. ക്രീമിന് ആവശ്യമായിട്ടുള്ള കസ്റ്റർഡ് പൗഡറും അതിലേക്ക് പഞ്ചസാരയും പിന്നെ പാലും പിന്നെ കുറച്ച് വനില എസൻസും കൂടി ഇട്ടിട്ട് നല്ല ക്രീമാക്കിയിട്ട് എടുക്കണം. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. അത് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിൽ ഒഴിക്കാം. അത് ഒഴിച്ചിട്ട് അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ക്രീം ലാസ്റ്റ് ആക്കുന്നതായിരിക്കും നല്ലത്. ഇത് ആദ്യം ആക്കി വെച്ച് കഴിഞ്ഞാൽ കട്ടയായി പോവും. അപ്പോൾ ലാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അതിന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യേണ്ട രീതി ഇതാ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണ് റെഡിയായി കിട്ടും. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. എന്നാലേ അതിൻ്റെ ഉള്ളിലൊന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ അത് ഫുൾ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ ഉള്ളു ഫ്രൈ ആവില്ല, വെന്ത് കിട്ടൂല. ഞാനിവിടെ ക്രീം ബണ്ണെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ക്രീം ബന്നാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് പറയാം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.